പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനുമേൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോഴും ഇറാന്റെ ആത്മവിശ്വാസത്തിന് യാതൊരു ഇടിവുമില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തികളിൽ ഒന്നായ റഷ്യ ഇറാന് പൂർണ്ണവും പരസ്യവുമായ പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതും ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഖമേനി അധികാരമേറ്റ ഉടനെ. അമേരിക്കയ്ക്ക് ഇതിലും വലിയൊരു ഇരുട്ടടി ഇപ്പോൾ കിട്ടാനില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ തന്നെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ നേതാവ് മൊജ്തബ ഖമേനിക്ക് തന്റെ അൺവേവറിംഗ് സപ്പോർട്ട് അഥവാ ഉറച്ച പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വെറുമൊരു ഔപചാരികത അല്ല ഈ വാക്കുകൾ. പ്രതിസന്ധികൾ എത്ര രൂക്ഷമായാലും യുദ്ധം എത്ര കടുത്താലും ഇറാൻ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി തന്നെ തുടരുമെന്ന് പുതിൻ അടിവരയിട്ട് പറയുന്നു. അമേരിക്കൻ മിസൈലുകൾ ടെഹ്റാനിൽ പതിക്കുമ്പോൾ തന്നെ പുതിൻ നടത്തുന്ന ഈ പരസ്യ പ്രസ്താവന വാഷിംഗ്ടണിനുള്ള കൃത്യമായ ഒരു മറുപടി കൂടിയാണ്. ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുമ്പോഴാണ് മറുഭാഗത്ത് സാക്ഷാൽ പുതിൻ ഇതേ നേതൃത്വത്തിന് സർവ്വ പിന്തുണയും നൽകി ചേർത്ത് പിടിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇറാനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിക്കുമ്പോഴും റഷ്യയുടെ ഈ കൂസലില്ലായ്മ അമേരിക്കൻ ക്യാമ്പിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കുന്നത്. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ഈ നീക്കത്തെ ഓപ്പറേഷൻ എപ്പിക് മിസ്റ്റേക്ക് എന്ന് ഇറാൻ തന്നെ പരിഹസിക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ കരടിയുടെ ഈ നിൽപ്പ് ശരിക്കും അമേരിക്കയെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഇതൊരു വെറും നയതന്ത്ര സ്നേഹപ്രകടനം മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണിയിൽ ബാരലിന്റെ വില $117 വരെ കുതിച്ചുയർന്ന ഈ സാഹചര്യത്തിൽ റഷ്യയുടെയും ഇറാന്റെയും കൂട്ടുകെട്ട് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കാൻ പോകുന്നതാണ്. വിശ്വസ്തരായ പങ്കാളികൾക്ക് റഷ്യ ഊർജം നൽകുന്നത് തുടരുമെന്ന പുതിന്റെ പ്രഖ്യാപനം പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള സന്ദേശം കൂടിയാണ്. ഉപരോധങ്ങൾ കൊണ്ടോ ബോംബുകൾ കൊണ്ടോ ഇറാന്റെയും റഷ്യയുടെയും ബന്ധത്തെ തകർക്കാനാകില്ല എന്ന് പുതിൻ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ പുതിയ നേതാവ് മൊജ്തബ ഖമേനിക്ക് സ്ഥാനമേറ്റ ഉടൻ തന്നെ ലഭിക്കുന്ന ഈ ആദ്യത്തെ വമ്പൻ അന്താരാഷ്ട്ര പിന്തുണ ഇറാൻ നൽകുന്ന ഊർജം ഒട്ടും തന്നെ ചെറുതല്ല. ഈ യുദ്ധം ഇനി കേവലം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒന്നല്ല, മറിച്ച് അമേരിക്കൻ സഖ്യവും റഷ്യൻ ഇറാൻ അച്ചുതണ്ടും തമ്മിലുള്ള ഒരു ആഗോള വടംവലിയായി മാറിക്കഴിഞ്ഞു. മലയാളം.